പേ ചെയ്തിട്ടുണ്ട്. 82,160 രൂപ. അത്രേ ആയോളോ? 1 ലക്ഷമെങ്കിലും തികയ്ക്കണമെന്ന് കരുതിയിരുന്നതാ. കഷ്ടായിപ്പോയി. ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അഖില എവിടെ? അവളോട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞതാ. ഇപ്പൊ വരാന്നും പറഞ്ഞു എവിടെ പോയി. ചേച്ചി ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? വാ ഇങ്ങോട്ട് വരാൻ. വന്നേ. ഹോസ്പിറ്റലിലെ ബില്ലടച്ച ചേച്ചിയാണോ? ഞാനോ? ഞാനെന്തിനാ ബില്ലടയ്ക്കുന്നേ? അതൊക്കെ മാമനായിരിക്കും അടച്ചത്. ഞാനത് വഴി വന്നപ്പോ ഒരു ബില്ല് തന്നു. അത് വാങ്ങിക്കൊണ്ടുവന്ന് മാമിയെ ഏൽപ്പിച്ചു. അത്രേ ഉള്ളൂ. ചേച്ചി എന്നോട് കള്ളം പറയരുത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അമ്മാവനെ വിളിച്ച് ചോദിച്ചു. അമ്മാവൻ പറയുന്നത് സുമേഷ് ചേട്ടനാ ബില്ലടയ്ക്കുന്നതെന്നാ. ആണോ? അപ്പൊ പിന്നെ സുമേഷ് ചേട്ടനായിരിക്കും അടച്ചത്. ചേച്ചി എന്തിനാ പിന്നെയും ഇങ്ങനെ കള്ളം പറയുന്നത്? സുമേഷ് ചേട്ടൻ ഞാൻ വിളിച്ചിരുന്നു. ബില്ലടയ്ക്കാമെന്ന് ഏറ്റത് അമൃതേച്ചിയാണെന്ന് പറഞ്ഞു. എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചിയോടാ ചോദിച്ചത്. അമ്മായി വീണ് തല പൊട്ടിയതിന് എന്തിനാ ചേച്ചി ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തതെന്ന്. ബില്ലടയ്ക്കണമെന്ന് ആരാ ചേച്ചിയോട് പറഞ്ഞേ? അമ്മായിയോ അതോ ദിവ്യപ്രഭയോ? അത് രണ്ടുപേരും. എന്തിന്? ബില്ലടച്ചില്ലെങ്കിൽ അഖിലയാണ് മാമിയെ തള്ളിയിട്ടതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. വെറുതെ ഒരു പ്രശ്നത്തിന് തുടക്കമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ. ചേച്ചി എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ പേടിക്കുന്ന എന്തിനാ? അമ്മായി ഹോസ്പിറ്റലിലായിട്ട് ദിവസം എത്രയായി? ഇതുവരെ അവരിവിടെ പറഞ്ഞത് വീണതാന്ന. ഇനിയിപ്പോ തള്ളിയിട്ടതാണെന്ന് അവര് പറഞ്ഞ ആരാ വിശ്വസിക്കുക? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.